ഹലോ, ഞാൻ അൽത്താഫ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണുള്ളത്. നമുക്കിന്നൊരു നല്ല ബീഫ് ലിവർ ഫ്രൈ പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ചൂടാണ് ഇപ്പം. നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് ബീഫ് ലിവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എവിടെ കിട്ടും, ബാംഗ്ലൂർ എവിടെയാണ് കിട്ടുന്നതെന്നും എല്ലാം നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ബീഫ് മേടിക്കാൻ പോകുന്ന വഴിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മടിവാളയിലാണ് നമ്മൾ ഉള്ളത്. മടിവാളയിൽ നമുക്ക് എവിടെ ബീഫ് കിട്ടുമെന്ന് നോക്കാം. ഇത് നമ്മുടെ മാരുതി നഗറാണ്. മാരുതി നഗറിൽ സൗദി ഷവായി, ഇത് രണ്ട് ചെറുപ്പക്കാർ കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇതെല്ലാം മലയാളികളുടെ ഷോപ്പാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഇത് കണ്ണൂർ കോക്ടെയിൽ. കണ്ണൂർ കോക്ടെയിലിൽ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ വൈകിട്ടുള്ള ഭയങ്കര തിരക്കാണ്. ടേസ്റ്റി, അതൊരു മലയാളി റെസ്റ്റോറൻ്റാണ്. കൂടുതലും നമ്മുടെ മടിവാളയിൽ മലയാളി റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളത്. ഇവിടുത്തെ മെയിൻ നമ്മുടെ അല്ല, മെയിൻ ഒരു ബാറാണ് ഇവിടുത്തെ. ഈ സർക്കിളിൻ്റെ പേര് ഗംഗോത്രി സർക്കിൾ അല്ല, നമ്മുടെ മടിവാള. ഇവിടെ നമുക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് നോർമലി വെക്കുന്ന ഹെൽമെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ഇവിടെ സേഫ്റ്റി അല്ല പ്രധാനം, പോലീസിൻ്റെ പെറ്റിയാണ്. നമ്മളിപ്പോൾ ഗുരുപ്പൻപാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫും കാര്യങ്ങളെല്ലാം മേടിക്കുന്നത്. അപ്പോൾ മടിവാള എന്നൊരു ടൗണിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്ഥലമാണ്. നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു ഷോപ്പാണ് നമ്മളിത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബീഫ് കാര്യങ്ങൾ മേടിക്കാം. ലിവർ തീർന്നു പോയി. ഉണ്ടോ? അവരൊന്ന് മാറ്റി വെച്ച് നമുക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കാണ് ചെന്നത്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ലിവർ തീർന്നായിരുന്നു. അവർ പിന്നെ മാറ്റി വെച്ചിരുന്നതിനകത്ത് നമുക്ക് കുറച്ചെടുത്ത് തന്നു. 200 രൂപയ്ക്ക് നമുക്ക് മേടിച്ചിട്ടുണ്ട്. നമുക്ക് സൂപ്പ് ഇടാം വൈകിട്ടത്തേക്ക്. നല്ല സൂപ്പ് വെച്ചിട്ടുണ്ട്. നല്ല എല്ലാം दो सौ का. हाँ, ओके. 240 किलो. ओके. 870 ग्राम. चलिए इसका कितना लगेगा? दे रहा हूँ आपको एक 100 रुपीज़ को बीफ भी देगा. 100 रुपीज़ का विद बोन. നമ്മുടെ പ്ലാനിൽ ആകെ കരൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 സൂപ്പിൻ്റെ എല്ല് കിട്ടി. അതുപോലെ തന്നെ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് മേടിക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 100 രൂപയ്ക്ക് ബീഫും കൂടെ മേടിച്ചു. 100 രൂപയ്ക്ക് ബീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 കറി വെച്ച് കഴിക്കാനുള്ള ബീഫുണ്ട്. അപ്പോൾ അതും നമ്മളങ്ങനെ പീസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊടുത്ത് എക്സ്ട്രാ ഫാറ്റെല്ലാം മേടിച്ച് നമ്മൾ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പോലെ തന്നെ ബീഫിൻ്റെ കീമ ഐറ്റംസ് ഒക്കെ ഇവിടെ വലിയുണ്ട്. നമ്മളത് കുരുപ്പംപാളയിലാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ മൊത്തം കുറേ ബീഫിൻ്റെ ഷോപ്പുകളുണ്ട്. നമ്മളെപ്പോഴും ഇവിടെ വന്ന് മേടിക്കുന്നു. കൂട്ടുകളൊക്കെ തൂക്കിയിട്ടേക്കുന്നതാണ്. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് തീരും. ഇവിടെ ഹോട്ടൽസിലെല്ലാം ഇവിടെ നിന്നൊക്കെയാണ് മേടിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കീമ ഉണ്ടാക്കുന്ന മിഷൻ. നമ്മുടെ നാട്ടിലിതിങ്ങനെ കാണാറില്ല, ചിലയിടത്തൊക്കെ ഉള്ളൂ. ഇവിടെ നമുക്ക് നോർമലി ബീഫിന് നമ്മുടെ നാട്ടിലും കാട്ടി വിലക്കുറവാണ്. ഇവിടെ 340 രൂപയാണ് വരുന്നത്. സച്ചു ഒക്കെ ഉണ്ട്. സച്ചു ഇങ്ങനെ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഞെട്ടി നിൽക്കുക. നോർമലി കർണാടകയിൽ ഇങ്ങനെ ബീഫ് എന്നൊക്കെ പേരെഴുതി വെച്ചിട്ട് ചെയ്യലില്ല. റൂറൽ ഏരിയയിലൊന്നും ഇല്ല. നമുക്കിപ്പോൾ ഇവിടെ ചില ഏരിയകളിൽ ഇത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കടകളിലും ഇങ്ങനെയുള്ള പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്. നമ്മൾ ഇവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മളിങ്ങനെ പോയിൻ്റ് സൈഡുകളിലെ കടകളിലെല്ലാം ഇതിൻ്റെ പല പല വിഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഗ്യാസിൻ്റെ ക്ഷാമം അതീവ രൂക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം ഗ്യാസ് അടുപ്പല്ല, കൂടുതലും വിറകടുപ്പുകളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലേക്കാട്ട് കൂടുതൽ ക്ഷാമമാണ്. കൊണ്ട് അവിടെ ഒരു ഗ്യാസ് അപാര തന്നെ നമുക്ക് ലൈവിൽ കാണാം. ബാംഗ്ലൂരിനെ മനോഹരമാക്കുന്നത് അവിടുത്തെ വഴിയോരങ്ങളിൽ ഇതുപോലുള്ള കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മരങ്ങളുണ്ട്. അതിലെ പൂവുകളാണ്. സച്ചുവിൻ്റെ കാവ്യ ഭാഷയിൽ പറയുകയാണെങ്കിൽ തൂവാനും തുമ്പിലെ ക്ലാരയെ പോലെ ആ വഴിയെ അവൾ സുന്ദരിയാക്കി. നമുക്ക് ആദ്യമേ ലിവർ നന്നായിട്ട് കഴുകിയെടുക്കാം. എടുത്തോ.
നമ്മുടെ ലിവറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അതിനകത്ത് തക്കാളി ഇല്ല, ചുമ്മാ ഒരു ഭംഗിക്ക് വെച്ചതേ ഉള്ളൂ കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ലിവർ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇപ്പോൾ നമ്മളപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്, ജീരകം പൊടി, സ്പീഡ് കയറ്റും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കണം, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് വെള്ളം നമ്മള് ലിവർ മസാല എല്ലാം പറ്റി കുക്കറിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഗ്യാസിലോട്ട് വരാം. ഗ്യാസിൽ കയറ്റി നമ്മളൊരു 4 വിസിൽ അടിക്കുന്നുണ്ട്. ഈ 4 വിസിൽ ഒരു ഹൈ ഫ്ലെയിമിൽ, ബാക്കിയുള്ള എല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ള മസാലകൾ സെറ്റ് ചെയ്യാം. ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ജീരകം നമ്മൾ ഇടുന്നുണ്ട്, കുറച്ച് ജീരകവും കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, 4 സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാളയൊക്കെ ഇപ്പോൾ നല്ലോണം വഴറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കുക്കർ തുറന്ന് നമ്മുടെ ഐറ്റം തട്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയോടെയൊക്കെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. സൂപ്പർ സാധനം, നല്ല കണക്ക് വഴട്ടി എടുക്കണം. നമ്മൾ കുറച്ച് ഫൈനൽ ടച്ചാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഇടുക്കി ഗോൾഡ്, നല്ല ശുദ്ധമായിട്ടുള്ള ഇടുക്കി ഗോൾഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ല കിടിലം സാധനം. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ റൗണ്ട് സാധനം വരണ്ടായി സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് പൊളിക്കും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ സാധനം, ഒന്നും പറയില്ല. ഒരെണ്ണൂടെ കഴിക്കട്ടെ. നല്ല അടിപൊളി നിൽക്കുന്നതും നല്ല സൂപ്പറും ഇല്ല, ഇത് ചെറുതും. നമ്മുടെ നല്ല ലിവർ റോസ്റ്റ്, നമ്മുടെ നല്ല ചൂട് പൊറോട്ടയാണ് കൂട്ടിയിട്ട് നാട്ടെ ഇവനെ നമ്മുടെ അടിപൊളി.